1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. കണ്ണുകളൊരയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം. കർത്താവിന്റെ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ ദേശത്ത് വിളമ്പുവാൻ ദൈവം നൽകിയ വചനത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരം ചലിച്ചാൽ നന്ദി പറയുന്നു. ഈ ദേശത്തുള്ളവർ ദൈവത്തെ അറിയുവാനും ദൈവത്തെ നിറയുവാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ വലിയ കാര്യങ്ങൾ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. താഴ്ത്തുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകും. ദൈവത്തിന്റെ വചനം എവിടെയൊക്കെ പരന്നിട്ടുണ്ടോ, എവിടെയൊക്കെ പ്രകാശിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതം വളരെയേറെ തീക്ഷ്ണമായ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു നാടായിരുന്നു. കാടുകളും മേടുകളും ദുർദേവതകളും ഒക്കെ കൊണ്ട് ഭാരതത്തിലെ സ്ഥലങ്ങൾ അന്ധവിശ്വാസത്തിന്റെ വല്ലാത്തൊരു ചുറ്റുപാടിലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ സ്നേഹവും പേറി ഹല്ലേലൂയ സുഖം കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ഇന്ത്യയിലേക്ക് കടന്നു വരികയായിരുന്നു. ഇവിടെ നടന്നു വന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും, എന്തിനേറെ പറയുന്നു, സതി എന്ന് പറയുന്ന വളരെ മൃഗീയമായ ആചാരങ്ങൾ വരെ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. പുണ്യപുരാതന ഗ്രന്ഥങ്ങളായ ഋഗ്വേദം മറ്റു ഉപനിഷത്തുക്കൾ കൊണ്ട് സമ്പന്നമായ ഈ രാജ്യത്തും അങ്ങേയറ്റത്തെ അന്ധകാരത്തിന്റെ ഒരു വല്ലാത്ത മേഖല പരിലസിച്ചിരുന്നു. ഇവിടെയാണ് കർത്താവിന്റെ വചനത്തിന്റെ പ്രസക്തി. തോമസ് കടന്നു വന്ന് പലയിടങ്ങളിലും ക്രിസ്തീയ പള്ളികൾ സ്ഥാപിച്ചു, ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചു. തുടർന്ന് ബൈബിൾ നിഘണ്ടു മലയാളത്തിൽ രചിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ പ്രകാശം കടന്നെടുത്തെല്ലാം അന്ധകാരങ്ങൾ മാറുവാൻ തുടങ്ങി. നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ഒരു വിഷയം കൊണ്ടുവരുന്നു. കേരളത്തെ അങ്ങോളം ഇങ്ങോളമുള്ള ചില സ്കൂളുകൾ ഞാൻ പരിചയപ്പെടുത്താം. ക്രിസ്തീയ വചനങ്ങൾ മതിലുകളിൽ എഴുതിയ കോൺവെന്റുകൾ. ആ കോൺവെന്റുകളിൽ പഠിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മക്കൾ മാത്രമല്ല, ഹിന്ദുക്കളുടെയും ഇസ്ലാമുകളുടെയും മക്കൾ അവിടെ പഠിക്കുന്നു. പക്ഷേ അവർക്കെല്ലാം വലിയ വിജയം, 100% വിജയം നേടുന്ന സ്കൂളുകളും കോളേജുകളുമായി അത് മാറുവാനിടവന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ക്രിസ്തീയ സ്ഥാപനങ്ങൾ, കോളേജുകളാകട്ടെ, സ്കൂളുകളാകട്ടെ, ആശുപത്രികളാകട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരക്കുവാനിടവന്നു. നല്ല ചികിത്സയെന്ന് ഹോസ്പിറ്റലുകളെ നോക്കി പറയുവാനിടവന്നു. നല്ല സ്കൂളുകളെന്ന് ഈ കോൺവെന്റുകളെ നോക്കി നാം പറയേണ്ടവന്നു. നല്ല കോൺവെന്റുകളെന്ന്, നല്ല കോളേജുകളെന്ന് ഈ കോൺവെന്റുകളെ നോക്കി പറയുവാനിടവന്നു. അങ്ങനെ ക്രിസ്തീയ വചനങ്ങൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ അത് ചൊല്ലപ്പെട്ട സ്ഥാപനങ്ങൾ മേൽക്കുമേൽ ഉന്നതി പ്രാപിച്ചു. വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ അളക്കുവാൻ മനുഷ്യന്റെ നാവ് കൊണ്ടോ മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് കഴിയില്ല. വാക്കുകൾക്കപ്പുറം, ചിന്തകൾക്കപ്പുറമാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഒരിക്കൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ, അദ്ദേഹം എന്റെ കല്യാണത്തിന് വന്നയാളാണ്. കല്യാണത്തിന്റെ ക്രിസ്തീയ ചടങ്ങ് വിവാഹം നടക്കുന്ന സമയത്ത് എല്ലാവരെയും എണീക്കുവാൻ ദേവദാസന്മാർ ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം അത് കേട്ടില്ല, അല്ലെങ്കിൽ ആ ചെവി കൊണ്ടില്ല. അദ്ദേഹം കാൽമേൽ കാലത്ത് അങ്ങനെ ഇരുന്നു.
എന്നാൽ ഏറെക്കുറെ ഒരു 6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മരണകരമായ രോഗം പിടിപെട്ടു. ആന്ധ്രാപ്രദേശിലും തുടർന്ന് എറണാകുളം ലക്ഷോറിലൊക്കെ അദ്ദേഹം ചികിത്സയിൽ ഏർപ്പെട്ടു. ആ ചികിത്സയിലായിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിനോദേ, നിങ്ങളുടെ ചർച്ചിലും വിശ്വാസികളുടെയും എന്നെ കുറിച്ചൊന്ന് പറയണം. രോഗത്തിൽ നിന്ന് മാറുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പരസ്യമായി പ്രസ്താവിക്കുന്നത്. അങ്ങനെ മരണവുമായി മല്ലിട്ട് ജീവിക്കുന്ന ആ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ തിരുവനന്തപുരത്ത് കടന്നു വന്നു പ്രാർത്ഥനയിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് മകൾ കടവന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു കുപ്പി ബോട്ടിൽ എണ്ണ ഞാൻ ഒരു ദേവദാസനും കൂടെ പ്രാർത്ഥിച്ചു കൊടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഒരു ദൂത് പോലെ ദൈവം വെളിപ്പെടുത്തി ആ മനുഷ്യൻ തിരിച്ചു വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം വിടുതൽ കൊടുക്കുവാൻ ഇറങ്ങി വരും. അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ഇതില്ല. മനുഷ്യനായ ആരും ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. അങ്ങനെ ഈ പ്രാർത്ഥിച്ച എണ്ണയുമായിട്ട് ഈ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മകൾ മടങ്ങിപ്പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി എന്നെ ഫോണിൽ വിളിച്ചു. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? എന്റെ അച്ഛൻ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തായി? നാളത്തെ പത്രം നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറയും, എന്താ? ആ നാളത്തെ പത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ പറഞ്ഞു, ക്രിട്ടിക്കൽ സ്റ്റേജാണ് സാറ്, വല്ലാത്ത സ്റ്റേജാണെന്നാ ഡോക്ടർമാർ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വളരെയധികം വിഷമിച്ചു. എന്റെ കൂടെ ദേവദാസനോട് പറഞ്ഞു, ദൈവം ഒരു ദൂത് തന്നു, ആ മനുഷ്യൻ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു. ഗ്രേറ്റ് മിറക്കിൾ, അദ്ദേഹം ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ? 8 മണിക്കൂർ ക്ലിനിക്കൽ ഡെത്ത് കൺഫേം ചെയ്ത ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ദൈവത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തിരിച്ചു വന്നു. മിസ്റ്റർ മേനോൻ, ബാലചന്ദ്ര മേനോൻ, മലയാള മനോരമ പത്രത്തിൽ അദ്ദേഹം ഞായറാഴ്ച സപ്ലിമെന്റ് ഇങ്ങനെ എഴുതി, ഞാൻ മരിച്ചു, എന്നാൽ ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നു. യേശു എന്ന് പറയുവാൻ അദ്ദേഹത്തിന് ഒരു തന്റെ ഇടമില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് ആയുസ് തിരിച്ചു തന്നു എന്ന് വിളിച്ചു പറയുവാൻ അദ്ദേഹം മടിച്ചില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് വചനത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ് പരസ്യമായി ഈ ദേശത്ത് ഞാൻ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ദേശത്തും മരണത്തിന്റെ അഗാധതയിലേക്ക് നീങ്ങുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അവരെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് ഞാൻ ഉറക്കെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. മെഡിക്കൽ കോളേജ് കൈവിട്ടവരെ രക്ഷിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. എന്റെ കർത്താവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ലഹരിയുടെ കാണാച്ചുഴി തേടി അലഞ്ഞ് നരക ജീവിതം നയിച്ച മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു മന്ത്രിമാർക്കോ തത്വചിന്തകന്മാർക്കോ ബന്ധുമിത്രാദികൾ കഴിഞ്ഞിട്ടില്ല. യേശുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ യാത്രയിൽ യേശു കൂടെ ഇല്ലെങ്കിൽ നീ അധപ്പതനത്തിന്റെ വക്കിലാണ്. ഹല്ലേലൂയ. 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 യേശുവിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചാൽ നിശ്ചയമായിട്ടും നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ യാത്രയിൽ ദൈവം കൂടെ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ശൂന്യമായി പോകും. ഹല്ലേലൂയ. മനുഷ്യൻ ഒരു അഹങ്കാരിയായി മാറുന്നൊരു കാലഘട്ടം. ഹേ മനുഷ്യ, ഈ ഒരു ആയുസിൽ നീ അഹങ്കാരിയായി മാറരുത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. എല്ലാ അഹങ്കാരികളും താഴടിയും. ഇത് പറയുന്നത് വചനമാണ്, സത്യവേദ പുസ്തകമാണ്. അതിനെ നീ ഓർമ്മിക്കുക. യൗവനക്കാരാ, നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഡ്രൈവറിനൊത്ത് കോഴിക്കോട് വഴി കടന്നു പോകുമ്പോൾ ഒരു ഡിവൈഡറിൽ ഇടിച്ച് അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജായി മരണകരമായ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. വെല്ലൂർ ഹോസ്പിറ്റലിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി.
കാണാൻ പോയപ്പോൾ അകത്ത് പ്രവേശനമില്ല. എന്നാൽ ഒരു ഡോക്ടറോട് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അകത്ത് കയറ്റി. ഒരു വാക്ക് പ്രാർത്ഥിച്ചു, 2 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു. അദ്ദേഹം ധാരധാരെ കരയുവാൻ ഇടവന്നത് ആ നിമിഷം ഡോക്ടർമാർ സ്ക്രീനിലൂടെ കണ്ടിട്ട് അടുത്തു വന്ന് ഇതെന്ത് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ആ മനുഷ്യൻ ഇന്ന് ആയുരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. മരിക്കുവാൻ വേണ്ടി മനുഷ്യനും പിശാചും വിധേയ ആ മനുഷ്യൻ ഇന്ന് പേയാട് ഭാഗത്ത് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്റെ ദൈവം അസത്യം അത്ഭുതം ചെയ്യുന്നു. ഹല്ലേലൂയ! രക്തം ജയമെടുക്കുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വിഡ്ഢിത്തമാണെന്ന് ചിലർക്ക് തോന്നാം. അത് നിങ്ങളുടെ ഭോഷത്വമായി ദൈവം കണക്കിടും. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ദൈവശക്തിയാകുന്നു. ഹല്ലേലൂയ! ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ!